മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആശാ വർക്കേഴ്സ് യൂണിയൻ മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ പ്രകടനവും യോഗവും നടത്തി. മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ശൈലി സർവേയിൽ OTP സംവിധാനം എടുത്തുമാറ്റുക, ശൈലിക്ക് തീരുമാനിച്ച വേതനം നൽകുക, ശൈലിയിൽ ഉൾപ്പെട്ട ലെപ്രസി സർവേ വീണ്ടും എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയം ഉപാധികളില്ലാതെ നൽകുക, മാസാമാസം വേതനം നൽകുക, ആശാവർക്കർമാരുടെ പ്രവൃത്തി സംബന്ധിച്ച് തീരുമാനിച്ച സർക്കുലർ ഇറക്കുക, ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരുടെ അനുസരണം സർവേകളും സർക്കുലറും ഇറക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മട്ടന്നൂരിൽ പ്രകടനവും യോഗവും നടത്തിയത്. CITU മട്ടന്നൂർ ഏരിയ സെക്രട്ടറി KK കുഞ്ഞിക്കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 6,000-8,000 രൂപയാണ് ഒരു ആശാവർക്കർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ കൂലി മാസാമാസം 15,000 രൂപയെങ്കിലും ലഭിക്കണം എന്നുള്ള ഡിമാൻഡ് മാത്രമാണ് ഇപ്പോൾ ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത്. അതുപോലും അനുവദിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ പുതിയ പുതിയ സർവേകൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ നിബന്ധനകൾ ഇതൊക്കെ നമ്മുടെ ആശാവർക്കർമാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ ഓരോ സർവേ നടത്തുമ്പോൾ ഓരോ വീട്ടിൽ കയറി സർവേ നടത്തുന്നതിനനുസരിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അരമണിക്കൂറോളം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും അതിനനുസരിച്ചുള്ള ഒരു വേതനം ലഭിക്കാത്ത സാഹചര്യവും ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളായി നമ്മുടെ ആശാവർക്കർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചുള്ള നയമുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള തൊഴിലാളികളെയൊക്കെ തന്നെ പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കർമാരെ ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ് അവരുടെ വേതന പരിഷ്കാരങ്ങളും. ഏരിയ പ്രസിഡന്റ് KV പ്രീത അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M നിവിത, PV ബീന കൃഷ്ണൻ, K ശോഭന, നിഷാകുമാരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. പവിത്ര ഗോൾഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.